നിങ്ങളുടെ ടോട്ടൽ സ്റ്റഡിയുടെ എക്സ്പെൻസസും ലിവിങ് എക്സ്പെൻസസും ആക്സിഡൻ്റൽ എക്സ്പെൻസസും ഇത് കവർ ചെയ്യുന്ന നിലയിൽ ഫണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് കുഡ് ബി ഫ്രം എ ലോൺ ഓർ ഇറ്റ് കുഡ് ബി യുവർ ഓൺ മണി ഓർ യുവർ പാരൻസ് മണി. ബട്ട് ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനുള്ള ഒരു ഫണ്ട് കണ്ടിട്ട് മാത്രമേ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആലോചിക്കാവുള്ളൂ. ദിസ് ഷുഡ് ബി അവൈലബിൾ സംവെയർ ആൻഡ് ദർ ഷുഡ് ബി ആക്സസ് ടു ദിസ് ഫണ്ട് ഈഫ് നീഡഡ്. ഇതിങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടും ഇങ്ങനെ നമ്മളിതിലേക്ക് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഡിസാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ടും ഈ മേഖലയിൽ വരുന്നത്. കാരണം കുട്ടികളോട് അഡ്വൈസ് ചെയ്യുമ്പം പലപ്പോഴും കൺസൾട്ടൻസീസ് പറയുന്നത് ആദ്യത്തെ സെമസ്റ്ററിലെ ഫീസ് മാത്രം മതി, ബാക്കി നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് ഏൺ ചെയ്യാം, നമുക്ക് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതൊരു പേരൻസ് കേൾക്കുമ്പോഴും അതൊരു അട്രാക്റ്റീവ് കാര്യമാണല്ലോ. അപ്പം ബിസിനസ് കൺവേർഷൻ, ആ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു ക്ലയൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആ കൺസൾട്ടൻസി അവിടെ സക്സീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമ്പം. പക്ഷേ ആ ക്ലയൻറ്റ് ചിലപ്പോൾ ലേറ്റർ ഡിസാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടാവുമായിരിക്കാം. ആ വാർത്ത ഒരിക്കലും നമ്മളാരും ശ്രദ്ധിക്കുന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷനിലോട്ട് വരുന്നുമില്ല.